നമ്മുടെ പഴയ ഗ്രോ ബാഗിൽ ഇതുവരെ കൃഷി ചെയ്ത ഗ്രോ ബാഗുകളൊക്കെ മണ്ണൊക്കെ തട്ടി കളഞ്ഞിട്ട് അപ്പോൾ ആ ഗ്രോ ബാഗ് നമ്മൾ വീണ്ടും നിറച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ മണ്ണ് ഓൾറെഡി ട്രീറ്റ് ചെയ്ത മണ്ണ് എടുത്തിട്ടുണ്ട്, പിന്നെ പുതിയ ഗ്രോ ബാഗിനകത്തൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപയോഗിച്ച മണ്ണ് നമ്മൾ മാറ്റിയിട്ടിട്ട് ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്ത ജൈവവളമൊക്കെ ചേർത്ത് മണ്ണിലെ കമ്പോസ്റ്റും അതേപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട ഈ ഒരു വളക്കൂറുള്ള മണ്ണ് നമ്മൾ ഗ്രോ ബാഗിനകത്തോട്ട് നിറച്ചുകൊണ്ടിരിക്കുക. അപ്പം പഴയ ഗ്രോ ബാഗിനകത്ത് ഒരു ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് എത്ര ഇഞ്ചി നമുക്ക് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഓൾറെഡി കരിഞ്ഞ് വീണിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ എത്രത്തോളം ഇഞ്ചി നമുക്ക് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പഴയ ഗ്രോ ബാഗുകളെല്ലാം എടുത്ത് ഇങ്ങനെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റെ, ഗ്രോ ബാഗിനകത്ത് നിന്ന് ഇഞ്ചി വിളവെടുക്കുന്നത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഇഞ്ചി ഈ ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇങ്ങനെ നടുക. കാണുക നമുക്കൊന്ന് കഴുകിയെടുത്തെങ്കിലേ ഇത് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റൂ. നമുക്ക് പൈപ്പിൻ്റെ മുകളിലോട്ട് പോകാം. വാ. അപ്പാ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി എടുത്തതാ. അയ്യോ എടി വെള്ളത്തിൽ കളിക്കല്ലേ. അതെ വെള്ളത്തിൽ കളിക്കണ്ട. പിന്നെ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. മാറി. അയ്യോ അതെ മാറി കേട്ടോ. ഇവിടെ ഇരുന്ന് കണ്ടാ മതി. ഇവിടെ നിന്ന് കണ്ടോ കേട്ടോ. അയ്യേ ഇവിടെ പുറമത്തെ മണ്ണായിട്ടുണ്ട്. സാറല്ല. നീ വരല്ല ഇഞ്ചി കഴിച്ചാ മോളെ. അതെ കളിക്കല്ലേ. എന്നെ കുളിപ്പിക്കാൻ പോവാമോ? അതെ ഇതിനകത്തല്ല, വേറെ വെള്ളത്തിൽ. ഇത് ചാടല്ലേ. എന്തായാലും നീ നനഞ്ഞ നമുക്കിനി. നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്തുനിന്ന് കിട്ടിയ ഇഞ്ചി ആയത് ഞങ്ങളുടെ ഒരു 2 കിലോയ്ക്ക് മേളിലുണ്ട്. ഇത്രയും ഇഞ്ചിയാണ് കാണുന്നുണ്ടോ. ഇത്രയും ഇഞ്ചിയാണ് നമുക്ക് ഒരു ഗ്രോ ബാഗിനകത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നടുന്നത് വളരെ വിളവ് നമുക്ക് അധികം തരുന്നുണ്ട്. ഇത് കുറച്ച് നാളും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തിനെ പറിക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്കിനി ഉപയോഗിക്കാം. ഇത്രയും ഇഞ്ചിയാണ് ഒരു ഗ്രോ ബാഗിനകത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ
ഇതിൻ്റെ ഇഞ്ചിയുടെ പരിചരണങ്ങളൊക്കെ എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ കുറേ വീഡിയോസ് ഇഞ്ചിയുടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ.